ഫിസിക്സ് ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. രണ്ടാം വർഷ പുസ്തകത്തിൽ നമ്മുടെ സിലബസിൽ 2 പുസ്തകങ്ങളിലായി 14 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായി നമുക്ക് ആ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പുസ്തകത്തിൽ ഫസ്റ്റ് പാർട്ടിൽ 7 ചാപ്റ്ററുകളും സെക്കൻഡ് പാർട്ടിൽ 7 ചാപ്റ്ററുകളുമാണ് പഠിക്കേണ്ടത്. അതിനകത്തെ ഒന്നാമത്തെ പുസ്തകത്തിൽ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കാം. മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. 4 മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. 6 ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഈ 6 ചാപ്റ്റർ വരെ ഒരു തുടർക്കഥ പോലെ തുടർച്ചയാണ്. 6 ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടേ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കാൻ പറ്റൂ. അങ്ങനെ ഒരു തുടർച്ചയുള്ള 6 ചാപ്റ്ററുകളാണിത്. 7ാമത്തെ ചാപ്റ്റർ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഇനി രണ്ടാമത്തെ പുസ്തകത്തിൽ റേ ഒപ്റ്റിക്സ് ഉണ്ട്, വേവ് ഒപ്റ്റിക്സ് ഉണ്ട്, ഡ്യുവൽ നേച്ചർ, ആറ്റംസ്, ന്യൂക്ലിയസ്, സെമി കണ്ടക്റ്റിംഗ് ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ പുസ്തകത്തിൽ പഠിച്ച ചാപ്റ്ററുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ചാപ്റ്ററുകളാണ് രണ്ടാമത്തെ പുസ്തകത്തിൽ പഠിക്കുവാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടെ ചേർത്ത് നമുക്ക് വിളിക്കാവുന്ന പേര് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. 2 ചാപ്റ്ററുകളിലും കൂടെ ചേർത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. നമുക്കറിയാം, ഈ 2 പുസ്തകങ്ങളുടെ പഠിച്ചു തീരുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ചില ടേംസ് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. 3ാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിസിറ്റി പഠിക്കാനുണ്ട്. അതുപോലെ സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്റ്റിംഗ് ഡിവൈസാണ്. സെമി കണ്ടക്റ്റിംഗ് ഡിവൈസിനെ വേണമെങ്കിൽ വേറൊരു പേരിട്ട് വിളിക്കാം, ഇലക്ട്രോണിക്സ് എന്ന് വിളിക്കാം. ചുരുക്കത്തിൽ ഈ വർഷം നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കും, ഇലക്ട്രിസിറ്റി പഠിക്കും, ഇലക്ട്രോണിക്സ് പഠിക്കും. ഈ 3 പേരുകളിൽ ചില സിമിലാരിറ്റീസ് നിങ്ങൾ കാണുന്നുണ്ട്. എല്ലാത്തിലും ഇലക്ട്രോ എന്ന് പറയുന്ന പദം ആവർത്തിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോ എന്ന് കണ്ടാൽ ചാർജ് എന്ന് വേണമെങ്കിൽ കരുതാം. ഇലക്ട്രോ മീൻസ് ചാർജ് എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ചുരുക്കത്തിൽ ഈ 3 ചാപ്റ്ററുകളിലും ചാർജുകളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ അപ്പോൾ ഈ ഒരു ചാർജിനെ കുറിച്ച് പഠിക്കാൻ എന്തിനാണ് 3 ചാപ്റ്ററുകൾ എന്ന് ചോദിച്ചാൽ 3 ബ്രാഞ്ചസ് എന്ന് ചോദിച്ചാൽ ആ വ്യത്യാസമാണ് മനസ്സിലാക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുള്ള ആദ്യത്തെ 2 ചാപ്റ്ററുകളിൽ നമ്മൾ പഠിക്കുന്നത് ചാർജുള്ള വസ്തുക്കൾ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ചാർജസ് അറ്റ് റെസ്റ്റ്. സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിളിനെ കുറിച്ച് എന്തുവാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ, വെറുതെ ഒരിടത്തിരിക്കുന്ന സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ചാർജ്, ഏത് ചാർജാണ്, അത് എത്ര ഉണ്ട്, അതിനെക്കുറിച്ചല്ല പഠിക്കുന്നത്. ചാർജ് റെസ്റ്റിലിരിക്കുമ്പോൾ അതിന് ചുറ്റുപാടുമുണ്ടാകുന്ന റെസ്റ്റിലിരിക്കുന്ന ചാർജ് ചെലുത്തുന്ന ഇൻഫ്ലുവൻസിനെ കുറിച്ചിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അതായത് ഒരു പൂവ് ഒരിടത്തിരിക്കുമ്പോൾ പൂവിനെക്കുറിച്ച് പഠിക്കലല്ല, പൂവ് ഏത് പൂവാണ്, എങ്ങനെയുള്ള പൂവാണെന്നതിനെക്കുറിച്ചല്ല. അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് അവിടെ ഇരിക്കുന്ന പൂവ് ചുറ്റും പടർത്തുന്ന മണത്തെക്കുറിച്ച് പഠിക്കുന്നത് പോലെ ഒരു ചാർജ് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ആ ചാർജിൻ്റെ പ്രസൻസ്, അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാക്കുന്ന ചില ഇൻഫ്ലുവൻസ്, ചില മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ ചാർജസ് അറ്റ് റെസ്റ്റ് ആണ് അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് അറ്റ് റെസ്റ്റ്. ഇലക്ട്രിസിറ്റിയും ചാർജുകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോണിക്സും പഠിക്കുന്നത് ചാർജുള്ള വസ്തുക്കൾ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാൻ എന്തിനാണ് 2 ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് വ്യത്യാസം. ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ചാർജുകളെ കടത്തിവിടാൻ കഴിയുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മെറ്റീരിയൽ വേൾഡിനെ നമ്മൾ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്കറിയാം, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജ് കടന്നു പോകാനേ അനുവദിക്കത്തില്ല.
2 കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചാർജിനെ കടന്നു പോകാൻ അനുവദിക്കുന്നവ, ഈസിയായി അനുവദിക്കുന്നവയാണ് കണ്ടക്ടേഴ്സ്. ഉദാഹരണം നിങ്ങൾക്കറിയാം, മെറ്റലുകൾ, അയൺ, കോപ്പർ പോലുള്ള മെറ്റലുകൾ. പിന്നൊരെണ്ണമുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. സെമി കണ്ടക്ടേഴ്സ് ജർമേനിയം, സിലിക്കൺ പോലുള്ള കാർബൺ ഫാമിലിയിൽപ്പെട്ട എല്ലാം സെമി കണ്ടക്ടേഴ്സാണ്. അവ കണ്ടക്ടേഴ്സിനെ പോലെ അത്ര ഈസി ആയിട്ട് ചാർജസിനെ കടന്നു പോകാൻ അനുവദിക്കത്തില്ല, കറണ്ടിൻ്റെ ഒഴുക്ക് അനുവദിക്കാത്തവയാണ്. ചാർജ്ഡ് പാർട്ടിക്കിൾസ്, അതായത് കറണ്ട് കണ്ടക്ടേഴ്സിൽ കൂടെ ഒഴുകുന്നതിനെക്കുറിച്ച്, ചാർജ്ഡ് പാർട്ടിക്കിൾ കണ്ടക്ടേഴ്സിൽ കൂടെ മൂവ് ചെയ്തു പോകുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇലക്ട്രിസിറ്റി. അതേ ചാർജ്ഡ് പാർട്ടിക്കിൾ സെമി കണ്ടക്ടേഴ്സിലൂടെ മൂവ് ചെയ്തു പോകുമ്പോഴാണ് അത് ഇലക്ട്രോണിക്സ് ആവുന്നത്. അപ്പോൾ രണ്ടും ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒരു ബ്രാഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾ കണ്ടക്ടേഴ്സിൽ കൂടെ മൂവ് ചെയ്യുന്നു, മറ്റൊരു ബ്രാഞ്ചിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ സെമി കണ്ടക്ടേഴ്സിൽ കൂടെ മൂവ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ട്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുണ്ട്. ഇലക്ട്രിക് ഫാൻ, ഇലക്ട്രിക് ബൾബ്, ഇതെല്ലാം ഇലക്ട്രിക് ഉപകരണങ്ങളാണ്. ഇതിനകത്തുള്ളത് എന്താണ്? ഇപ്പോൾ ഇലക്ട്രിക് ഫാനിനകത്തുള്ളത് കോപ്പർ വയർ ചുറ്റിയെടുത്ത ഒരു മോട്ടറാണ്, അപ്പോൾ കണ്ടക്ടറിൽ കൂടാണ് കറണ്ട് കൊടുക്കുന്നത്. എന്നാൽ വീട്ടിൽ ഇലക്ട്രോണിക് ഡിവൈസും ഉണ്ട്, കമ്പ്യൂട്ടർ, ടി വി എല്ലാം ഇലക്ട്രോണിക് ഡിവൈസാണ്. ടി വിക്കുള്ളിൽ നോക്കുവാണെങ്കിൽ അതിനകത്തെല്ലാം സെമി കണ്ടക്ടറുകൾ ഉണ്ടാക്കിയ പാർട്സും ഡിവൈസസുമാണ്. അതുകൊണ്ടാണ് അതിനെ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് പിറകാലെ പഠിക്കുന്നു. ഇനിയിപ്പോൾ പഠിക്കേണ്ടുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ചാർജുകൾ റെസ്റ്റ് ഇരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ചാർജുകൾ റെസ്റ്റ് ഇരിക്കുന്നതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ചാർജ് എന്താണെന്ന് അറിയണമല്ലോ. ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ചാർജ്? ചാർജ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വസ്തു നമ്മൾ എടുത്താൽ, ഒരു മാറ്റർ എടുത്താൽ, ഈ പേന എടുത്താൽ, ഈ പേനയ്ക്ക് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. പേനയുമായി ബന്ധപ്പെട്ടൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, പേനയുടെ മാസ്. ഇപ്പോൾ പേനയ്ക്ക് മാസ് ഉണ്ട്. ഈ പേനയുടെ മാസ് അല്ല വേറൊരു പേനയുടെ മാസ് കൂടുതലുള്ളവയുണ്ട്, കുറഞ്ഞുള്ളവയുണ്ട്. അപ്പോൾ വസ്തുക്കൾക്ക് മാസ് ഉള്ളതുപോലെ വസ്തുക്കൾക്കുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, മറ്റൊരു പ്രോപ്പർട്ടിയാണ് ആ വസ്തുവിൻ്റെ ചാർജ്. ചാർജ് ഉള്ള വസ്തുക്കളുണ്ട്, ചാർജ് ഇല്ലാത്ത വസ്തുക്കളുണ്ട്. ചാർജ് ഇല്ലാത്ത വസ്തുക്കൾക്ക് നമുക്ക് ചാർജ് ചെയ്യാം, ചാർജ് ഉള്ള വസ്തുക്കളുടെ ചാർജ് ഇല്ലാതാക്കാം. അതായത് വസ്തുക്കൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് വസ്തുക്കളുടെ ചാർജ്. വസ്തുക്കൾക്ക് മാസ് ഉള്ളതുപോലെ, അളന്നെടുക്കാൻ കഴിയുന്നത് പോലെ അളന്നെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഒരു വസ്തുവിൻ്റെ ചാർജ്. ഇപ്പോൾ ഒരു വസ്തുവിന് മാസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എത്ര മാസ് ഉണ്ട് എന്ന് ചോദിക്കും. എത്ര മാസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10 കിലോഗ്രാം ഉണ്ടെന്ന് പറയും. 10 എന്ന് പറയുന്നത് അതിൻ്റെ അളവും കിലോഗ്രാം ഈ മാസ് അളക്കാനുള്ള യൂണിറ്റുമാണ്. എന്നാൽ ഒരു വസ്തുവിന് ചാർജ് ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ ചാർജ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ചോദ്യം എത്ര ചാർജ് ഉണ്ട് എന്നല്ല, പകരം ഏത് ചാർജ് എന്നാണ്. എന്താ മാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഏത് മാസ് എന്ന് ചോദിക്കാൻ കാരണം, മാസ് ഒരു തരമേ ഉള്ളൂ, ഏതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചാർജ് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞപ്പം ഏത് ചാർജെന്ന് ചോദിച്ചതിൻ്റെ കാരണം എന്താ? ചാർജ് ഒന്നിലധികം തരമുണ്ട് എന്നുള്ളതുകൊണ്ട്. ഏത് തരമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നിലധികം തരമുണ്ടെന്ന് പറയുമ്പോൾ ഒരുപാട് തരമൊന്നുമില്ല, 2 ടൈപ്പ് ചാർജസ് വസ്തുക്കൾക്ക് ഉണ്ടാവാം. ആ 2 ടൈപ്പ് ചാർജിൽ വെറുതെ പേരിടുകയാണ് ചെയ്യുന്നത്. പേരിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. ഒരു ടൈപ്പിനെ പോസിറ്റീവ് എന്ന് പേരിട്ട് വിളിച്ചു, പോസിറ്റീവ് ചാർജ് എന്ന് പേരിട്ട് വിളിച്ചു. അതിനെ ഞാൻ പ്ലസ് സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കുന്നു. മറ്റൊരു ടൈപ്പിനെ നെഗറ്റീവ് എന്ന് പേരിട്ട് വിളിച്ചു, അതിനെ നെഗറ്റീവ് സിമ്പൽ കൊണ്ട് സൂചിപ്പിക്കും. അപ്പോൾ 2 തരം ചാർജുകൾ ഉണ്ടാവാം, പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ അത് ചാർജ് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ചാർജ് ഉണ്ടെന്ന് പറയുന്നു, ഏത് ചാർജെന്ന് ചോദിക്കുന്നു, ഉത്തരം കിട്ടുന്നു, പോസിറ്റീവ് ചാർജിന് ഉത്തരം കിട്ടുന്നു. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ് എത്രയുണ്ട് എന്ന്. എത്രയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ 10 എന്നായിക്കോട്ടെ, 10 കിലോഗ്രാം എന്ന് പറയുന്നതിന് പകരം ചാർജ് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി അളക്കുന്നതിൻ്റെ യൂണിറ്റ് കൂളോംബാണ്. അപ്പോൾ പറയുന്നു 10 കൂളോംബ് പോസിറ്റീവ് ടൈപ്പ് ചാർജ് ഉണ്ടെന്ന് പറയും. വേറെ ചിലർക്ക് വേണമെങ്കിൽ 15 കൂളോംബ് ചാർജ് ഉണ്ട്, പക്ഷേ അത് നെഗറ്റീവ് ടൈപ്പാണ് എന്നൊക്കെ പറയാം. അപ്പോൾ 2 തരം ചാർജ് ഉണ്ട്. ചാർജ് മാറ്ററിന് ഉണ്ടാകാവുന്ന ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ചാർജ്. ചാർജ് 2 തരമുണ്ട്, അളന്നെടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ചാർജ്. ഇനി നമുക്ക് ഈ ചാർജുകളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, വസ്തുക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രോപ്പർട്ടിയാണല്ലോ ചാർജ്. നമുക്കറിയാം എല്ലാ മാറ്ററും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഏത് മാറ്റർ ആയിക്കോട്ടെ, നിങ്ങൾ, ബെഞ്ച്, ഡെസ്ക്, എന്തോ ആയിക്കോട്ടെ, എല്ലാം താഴേക്ക് അകത്തേക്ക് കയറിപ്പോയാൽ ഏറ്റവും അവസാനം നമുക്ക് പറയാൻ കഴിയുന്നത് എല്ലാം നിർമ്മിക്കപ്പെടുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. എല്ലാ വസ്തുക്കളും നിർമ്മിക്കപ്പെടുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റത്തിനകത്ത് എന്തൊക്കെയാണുള്ളത്? ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്.
ഈ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? പ്രോട്ടോണുകളെന്ന് പേരായ വളരെ എലമെൻ്ററി ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂട്രോൺ എന്ന് പേരായ എലമെൻ്ററി ആയിട്ടുള്ള കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനു ചുറ്റും ഇലക്ട്രോണുകൾ എന്നു പേരായ പാർട്ടിക്കിൾസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആറ്റത്തിൻ്റെ സ്ട്രക്ചർ. നമുക്കറിയാം, ഇത്തരം സ്ട്രക്ചറുള്ള ആറ്റങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് എല്ലാ മാറ്ററും. അത് ഓർത്ത് വെക്കുക. ഇനി ഞാൻ പോസിറ്റീവ് ചാർജ് എന്ന് ഓർക്കുമ്പോൾ, പോസിറ്റീവ് ചാർജിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പോസിറ്റീവ് ചാർജുള്ള, എപ്പോഴും പോസിറ്റീവ് ചാർജോട് കൂടി മാത്രം കാണപ്പെടുന്ന, ചാർജില്ലാതെ ഒരിക്കലും കാണാൻ കഴിയാത്ത, ജന്മനാ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള ഒരു പാർട്ടിക്കിളിനെ പരിചയപ്പെടുത്തുന്നു. അതാണ് പ്രോട്ടോൺ. അപ്പോൾ പോസിറ്റീവ് ചാർജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടുന്ന ഒരു കുഞ്ഞു പാർട്ടിക്കിളാണ് പ്രോട്ടോൺ. പ്രോട്ടോണിന് എപ്പോഴും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാവും? പ്രോട്ടോണിലുള്ള പോസിറ്റീവ് ചാർജ് വളരെ ചെറുതാണ്. ഇപ്പോൾ ഉള്ള നമ്മുടെ അറിവ് വെച്ച്, ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന അറിവ് വെച്ച്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് ചാർജുള്ള ആൾ പ്രോട്ടോണാണ്. മാറ്റി പറയേണ്ടി വരും, ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ചില കോർക്സ് പോലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും. തൽക്കാലത്ത് അറിവ് വെച്ച് മനസ്സിലാക്കുക, പ്രോട്ടോണാണ് നമുക്ക് പ്രപഞ്ചത്തിലെ ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് ചാർജുള്ള വസ്തു. ഇത് പോസിറ്റീവ് ചാർജുള്ള വസ്തു മാത്രമല്ല, ഈ പോസിറ്റീവ് ചാർജ് ഇല്ലാതെ നമുക്ക് പ്രോട്ടോണിനെ കാണാനും പറ്റില്ല. അപ്പം പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഏറ്റവും കുഞ്ഞ് പോസിറ്റീവ് ചാർജ് അത് പ്രോട്ടോണിനാണുള്ളത്. ഇതിൽ താഴെ പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തുവില്ല. എത്ര പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 1.6 × 10⁻⁹ ഇത്രയും കൂളമ്പ്. ഇത് ചെറുതാണോ വലുതാണോ? 1.6 × 10⁻⁹ വന്നുകൊണ്ട് മനസ്സിലാക്കുക, ഒന്ന് കഴിഞ്ഞ് ഇങ്ങോട്ട് നമ്മളൊരു 18 പൂജ്യം ഇട്ടിട്ടാണ് കുത്തിടേണ്ടുന്നത്. 0.0000 18 പൂജ്യം കഴിഞ്ഞ് 16 അത്രയും കൂളമ്പ്. അപ്പോൾ വളരെ കുഞ്ഞ് ചാർജാണ്. ഇതിൽ താഴെ ഇത്രയും കൂളമ്പ് ചാർജ് ഉണ്ട്. ആ കൂളമ്പ് ഏത് ടൈപ്പാണ്? പോസിറ്റീവ് ടൈപ്പാണ്. അതുകൊണ്ട് പോസിറ്റീവ് ടൈപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പ്ലസ് എന്ന് ഇടുന്നുണ്ട്. അപ്പം ഈ തരം പോസിറ്റീവ് തരം ഇത്രയും ചാർജുള്ള ഒരു വസ്തുവാണ് പ്രോട്ടോൺ. പ്രോട്ടോണിൻ്റെ ഈ സംഖ്യ 1.6 × 10⁻⁹ എന്ന് പറയുന്ന സംഖ്യ നമുക്ക് എപ്പോഴും എഴുതാനൊരു വലിയ സംഖ്യ ആയതുകൊണ്ട് നമ്മളിതിന് പകരം ഇ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ പൈ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ വാല്യൂ 3.14 ആണെന്ന് പറയുന്നത് പോലെ ഇയുടെ വാല്യൂ 1.6 × 10⁻⁹ ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എത്ര? പ്രോട്ടോണിൻ്റെ ചാർജ് ഈ കൂളമ്പാണ്. എത്ര? ഏത് ഇ? പ്ലസ് ഇ ഓർ മൈനസ് ഇ? പ്ലസ് ടൈപ്പ് ഇത്രയും പ്ലസ് ഈ ചാർജുള്ള ഇ എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ കൂളമ്പ് പോസിറ്റീവ് ചാർജുള്ള ഒരാളാണ് പ്രോട്ടോൺ. ഇനി പ്രോട്ടോണിനെ പോലെ നെഗറ്റീവ് ചാർജ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ടുന്ന ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ ആണെങ്കിൽ ഉള്ള ചാർജ് ഏത് ടൈപ്പാണ്? നെഗറ്റീവ് ടൈപ്പാണ്. ഇലക്ട്രോണിനേക്കാൾ താഴെ നെഗറ്റീവ് ചാർജുള്ള ഒരു പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല. ഇത് ഇപ്പോഴത്തെ അറിവ് വെച്ചാണ് നമ്മൾ പറയുന്നത്. അത് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ, ഇലക്ട്രോണിന് എത്ര ചാർജ് ഉണ്ടെന്ന് ചോദിച്ചാൽ 1.6 × 10⁻⁹ കൂളമ്പ്. അതായത് ഈ ചാർജ് പ്രോട്ടോണിനുള്ള അതേ അളവാണ് ഇലക്ട്രോണിനുള്ളത്. പക്ഷേ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ടൈപ്പാണ്. ഇപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ടൈപ്പാണെന്നേ ഉള്ളൂ. അളവ് രണ്ടുപേരുടെയും ചാർജ് സെയിം ആണ്. ഇത് ഒരു തരം, ഇത് വേറൊരു തരം ചാർജ് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോട്ടോണിനും ഇലക്ട്രോണിനെയും ഓർത്ത് വെക്കുക. ഇനി ഈ ചാർജുള്ള പ്രോട്ടോൺ, ചാർജുള്ള ഇലക്ട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്ന എലമെൻ്ററി പാർട്ടിക്കിൾ ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ആറ്റത്തിനകത്ത് ഉണ്ടായിരുന്ന. ഈ ന്യൂട്രോണ് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ന്യൂട്രോണിന് ചാർജ് ഇല്ല എന്ന് പറയാം. ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ന്യൂട്രോണിനകത്ത് ചാർജിനെ കുറിച്ചൊക്കെ പിന്നീട് നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. തൽക്കാലത്തെ അറിവിൽ മനസ്സിലാക്കുക, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പേന എടുത്താൽ ആ പേനയ്ക്കകത്ത് ലക്ഷക്കണക്കിന് ആറ്റങ്ങളുണ്ട്. അതിൽ ഓരോ ആറ്റവും എടുത്ത് പരിശോധിച്ചാൽ ഒരുപോലുള്ള ആറ്റങ്ങളാണ്. ആ ആറ്റം എടുത്താൽ ഫോർ എക്സാമ്പിൾ മനസ്സിലാക്കുക, ഈ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിൽ 10 പ്രോട്ടോൺ ഉണ്ട്. പേനയുടെ ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ 10 പ്രോട്ടോൺ ഉണ്ടെന്ന് വിചാരിക്കുക. 10 പ്രോട്ടോൺ ഉണ്ട്, അതിനകത്ത് കുറച്ച് ന്യൂട്രോണും ഉണ്ട്. സാധാരണ 10 ന്യൂട്രോണാണ്. ഇത്ര ആയിക്കോട്ടെ, കൂടാം കുറയാം, വ്യത്യാസമാകാം. എത്രയായിക്കോട്ടെ, ന്യൂട്രോൺ ഉണ്ട്. ന്യൂട്രോൺ ഒരു പ്രശ്നമല്ല, നമ്മൾ ചാർജിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ന്യൂട്രോണിന് ചാർജ് ഇല്ലല്ലോ. അപ്പോൾ പ്രോട്ടോൺ ഉണ്ട്, 10 പ്രോട്ടോൺ ഉണ്ട്. ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും എണ്ണം ഇലക്ട്രോൺ അതിന് ചുറ്റുമുണ്ടാകും. അപ്പോൾ 10 പ്രോട്ടോണുള്ള ആറ്റത്തിൽ 10 ഇലക്ട്രോണും ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിലെ പ്രോട്ടോൺ എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. ഈ ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുമായിട്ട് നമുക്ക് ഒരു ഇടപാട് അസാധ്യമാണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ന്യൂക്ലിയസിനകത്ത് നിന്ന് പ്രോട്ടോണിനെ എടുത്ത് മാറ്റാനോ ന്യൂക്ലിയസിലേക്ക് പ്രോട്ടോണിനെ കൊണ്ട് കൊടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് ആലോചിച്ചോളുക. ന്യൂക്ലിയസ് വളരെ സുരക്ഷിതമായ ഒരു സാധനമാണ്. അതിന് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. അത് കുറച്ചുകൂടെ സ്വതന്ത്രമാണ്, വെളിയിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾ. അപ്പോൾ 10 പ്രോട്ടോണിന് 10 ഇലക്ട്രോണും ഒരാറ്റത്തിൽ ഉണ്ടാവും. അതുകൊണ്ട് ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. കാരണം ആറ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് പരിശോധിച്ച് നോക്ക്. 10 പ്രോട്ടോണിന് ചേരുമ്പോൾ എത്ര ചാർജ് ഉണ്ട്? ഒരു പ്രോട്ടോണിന് 1.6 × 10⁻⁹ ആകുമ്പോൾ 10, അതായത് ഈ ചാർജ് ഉള്ളപ്പോൾ 10 പ്രോട്ടോണിന് 10 കൂളംബ് ചാർജ് ഉണ്ട്. ഏത് ടൈപ്പ്? പോസിറ്റീവ് ടൈപ്പ്. ഇലക്ട്രോൺ 10 ഉണ്ട്, അവയ്ക്ക് എത്ര ചാർജ് ഉണ്ട്? 10 ചാർജ് ഉണ്ട്. നെഗറ്റീവ് ടൈപ്പ്. ചാർജ് അഡിക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനകത്തുള്ള ആകെ ചാർജ് കണ്ടെത്താൻ അതിനകത്തുള്ള പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും കൂടെ ആൾജിബ്രിക് സം എടുത്താൽ മതി. അപ്പോൾ ഈ ആറ്റത്തിന് ടോട്ടൽ ചാർജ് പരിശോധിച്ചാൽ -10 +10 കൂടെ കൂട്ടുമ്പോൾ 0. ദാറ്റ് ഈസ് ഈ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ചാർജ് നെറ്റ് ചാർജ് ഇല്ലാത്തവയാണ്. നോർമലി എല്ലാ ആറ്റങ്ങളും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അങ്ങനെയുള്ള ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ടുള്ള ആറ്റങ്ങളാൽ നിർമ്മിതമായ എ എന്ന് പറയുന്ന ഒരു വസ്തു, ഈ വസ്തുവിൽ കോടാനുകോടി ആറ്റങ്ങളുണ്ട്. ഈ ആറ്റങ്ങളെല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ ഈ വസ്തുവിൻ്റെ ചാർജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓരോ ആറ്റത്തിനും ചാർജ് ഉണ്ടോ എന്ന് നോക്കി എല്ലാം കൂടെ കൂട്ടുക. ഇതിന് നെറ്റ് ചാർജിൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, ഇതിന് നെറ്റ് ചാർജിൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അങ്ങനെ കോടിക്കണക്കിന് ആറ്റങ്ങളുടെ നോക്കുമ്പോൾ നെറ്റ് ചാർജ് 0 ആയതുകൊണ്ട് എ എന്ന് പറയുന്ന വസ്തു ചാർജ് ഇല്ലാത്ത ഒരു ന്യൂട്രൽ ബോഡിയാണ്. ഇനി മറ്റൊരു വസ്തു എടുക്കൂ, ബി, അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു പേനയാണ്, ബി എന്ന് പറയുന്ന വേറൊരു പേന എടുക്കൂ, രണ്ടാമത് വേറൊരു പേന എടുക്കൂ. ഇത് ബി എന്ന് പറയുന്ന പേനയാണെന്ന് വിചാരിച്ചോളൂ. ഈ പേനയെ സംബന്ധിച്ചും ഈ പേനയിലെ ഓരോ ആറ്റങ്ങളും ഇലക്ട്രിക്കലി നോർമൽ സ്റ്റേറ്റിൽ ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. അപ്പോൾ ഈ പേനയും ബിയും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, എയും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ഇനി ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ടുള്ള ഈ എയെയും ബിയെയും ഞാനൊന്ന് കൂട്ടി ഉരയ്ക്കാൻ തീരുമാനിച്ചു. ഫ്രിക്ഷൻ നടത്തും. കൂട്ടി ഉരയ്ക്കുമ്പോൾ ഈ പേനയിലെ ആറ്റങ്ങൾ ഈ പേനയിലെ ആറ്റങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലാവും. അങ്ങനെ നമ്മൾ ഫ്രിക്ഷൻ നടത്തുമ്പോൾ ഒരു ചാൻസ് ഉള്ളത് ഏതെങ്കിലും ഒരു പേനയിലെ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ നിന്ന് ഏതെങ്കിലും കുറേ ആറ്റങ്ങളിൽ നിന്ന് മറ്റേ പേനയിലെ ആറ്റങ്ങളിലേക്ക് ഇലക്ട്രോണുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. പ്രോട്ടോണുകൾ മാറില്ല, ഇലക്ട്രോണുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ എയും ബിയും തമ്മിൽ കൂട്ടി വരച്ചപ്പോൾ ഏറ്റവും മിനിമം കേസ് മനസ്സിലാക്കൂ നിങ്ങൾ. എക്ക് ചാർജില്ല, ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. എയിലെ ഓരോ ആറ്റത്തിലും 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉണ്ട്. ബിക്കും അങ്ങനെ തന്നെ ഉണ്ടെന്ന് വിചാരിച്ചോ. 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ഉള്ള എ പോലൊരു മാറ്ററാണ് ബി എന്ന് വിചാരിച്ചോളൂ. കൂട്ടി ഉരയ്ക്കുമ്പോൾ എ ഫോർ എക്സാമ്പിൾ കൂട്ടി ഉരയ്ക്കുന്ന സമയത്ത് ബിയിലെ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എയിലെ ഒരു ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഉരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചാൽ എയിലെ ബാക്കി ആറ്റങ്ങളെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നു. പക്ഷേ ഒരാറ്റത്തിന് ബിയിലെ ഒരാറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കിട്ടി. അപ്പോൾ എയിലെ ആ ആറ്റത്തിന് 10 പ്രോട്ടോണും ഉണ്ട്, 11 ഇലക്ട്രോണും ഉണ്ട്. എന്നാൽ ബിയിലെ ആ ആറ്റത്തിന് 10 പ്രോട്ടോണും ഉണ്ട്, 9 ഇലക്ട്രോണുമേ ഉള്ളൂ. ഇനി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ എയെ സംബന്ധിച്ച് ഈ ആറ്റങ്ങളെല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രലാണ്, കുഴപ്പമില്ല. പക്ഷേ എയുടെ ആകെ ചാർജ് കണ്ടുപിടിക്കുമ്പോൾ ഈ ആറ്റത്തിൻ്റെ കേസ് എത്തുമ്പോൾ ഈ ആറ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് പരിശോധിക്കുമ്പോൾ 10 പ്രോട്ടോണിൻ്റെ 10 പോസിറ്റീവ് ചാർജും 11 ഇലക്ട്രോണിൻ്റെ -11 നെഗറ്റീവ് ചാർജും ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -1 ചാർജ് ഈ ആറ്റത്തിനുണ്ട്. ഈ ആറ്റത്തിന് ആ ചാർജ് ഉണ്ടെങ്കിൽ ആ ആറ്റം എയുടെ ഭാഗമായതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം എ എന്ന് പറയുന്ന ബോഡിക്ക് ഇപ്പം ചാർജ് ഉണ്ട്. ഏത് ചാർജ് ഉണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. എങ്ങനെയാണ് നെഗറ്റീവ് ചാർജ് കിട്ടിയത്? ആ വസ്തുവിന് വെളിയിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ അധികപ്പറ്റായിട്ട് കിട്ടി. അധികപ്പറ്റായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ചാർജ് നെഗറ്റീവായി മാറി. എത്ര ചാർജ് ഉണ്ട്? ഒരു ഇലക്ട്രോണിനെ കിട്ടിയത് കൊണ്ട് -1 ചാർജ് കിട്ടി. അപ്പോൾ ഒരു വസ്തു നെഗറ്റീവായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് അതിനൊരു ഇലക്ട്രോണിനെ കിട്ടണം. ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ അതിന് നെഗറ്റീവ് ചാർജായി. ആ സമയത്ത് ബിയുടെ കാര്യം ആലോചിച്ച് നോക്കൂ. ബിയുടെ ബാക്കി ആറ്റങ്ങളെല്ലാം ഇലക്ട്രിക്കലി ന്യൂട്രലാണല്ലോ. ഈ ആറ്റത്തിൻ്റെ കേസിൽ അതിന് 10 പ്രോട്ടോണിന് 10 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 9 ഇലക്ട്രോണേ ഉള്ളൂ അതിന്. അതുകൊണ്ട് -9 ചാർജേ ഉള്ളൂ അതിന് നെഗറ്റീവ് ചാർജ്. മൊത്തം കൂട്ടുമ്പോൾ +1 ചാർജ് ബിക്ക് എത്തി. അപ്പോൾ ബി ഏത് ചാർജായി മാറി? ബിക്ക് ഒരു +1 പോസിറ്റീവ് ചാർജുള്ള വസ്തുവായിട്ട് ബി മാറി. അപ്പോൾ ബിക്ക് എങ്ങനെയാണ് പോസിറ്റീവ് ചാർജ് കിട്ടിയത്?
അതിന് പ്രോട്ടോണിനെ കിട്ടിയിട്ടാണോ പോസിറ്റീവ് ചാർജ് കിട്ടിയത്? അല്ല, പ്രോട്ടോണിന് അനങ്ങാൻ പറ്റില്ല. വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ +1e ആ ഇലക്ട്രോൺ കിട്ടിയ ആൾക്ക് -1e ചാർജും കിട്ടി. അപ്പം നമ്മൾ ന്യൂട്രലായിട്ടുള്ള രണ്ട് വസ്തുക്കളെ ഇപ്പം ചാർജ് ചെയ്തു. ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച മാർഗം എന്താ? ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഹൗ ബോഡീസ് ഗെറ്റ് ചാർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? രണ്ട് വസ്തുക്കളെ കൂട്ടി ഉരയ്ക്കുമ്പോൾ, രണ്ട് ന്യൂട്രൽ വസ്തുക്കളെ കൂട്ടി ഉരയ്ക്കുമ്പോൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ കിട്ടിയ വസ്തുക്കൾക്ക് നെഗറ്റീവ് ചാർജും ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ട വസ്തുക്കൾക്ക് പോസിറ്റീവ് ചാർജും ഉണ്ടാകും. That is, when two bodies are rubbed together, electrons may get transferred from one body to another. Body which gain electrons will get negative charge and body which lose electrons will get positively charged. ഇങ്ങനെയാണ് ഫ്രിക്ഷൻ മുഖാന്തരം വസ്തുക്കളെ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കിട്ടുമ്പം അങ്ങനെ, അപ്പോൾ ഉരച്ചുകൊണ്ടേ ഇരുന്നാൽ ഇവിടുന്ന് ഇലക്ട്രോണുകൾ ധാരാളം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനനുസരിച്ച് എയ്ക്ക് അക്വയർ ചെയ്ത നെഗറ്റീവ് ചാർജ് കൂടിക്കൊണ്ടിരിക്കും, ബിക്ക് കിട്ടുന്ന പോസിറ്റീവ് ചാർജും കൂടിക്കൊണ്ടിരിക്കും. എത്ര ഇലക്ട്രോണുകൾ മാറുന്നോ അതിനനുസരിച്ച് അത്രയും നെഗറ്റീവ് ചാർജ് ഇതിന് കിട്ടും. എത്ര ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നോ അതിനനുസരിച്ച് അത്രയും പോസിറ്റീവ് ചാർജ് ബിക്കും കിട്ടും. അപ്പോൾ ചാർജ് ചെയ്യുന്നത് ഫ്രിക്ഷൻ മുഖാന്തരം ചാർജ് ചെയ്യുമ്പോൾ, ചാർജ് ചെയ്യുന്നതിന് ശേഷം, ചാർജ് ചെയ്യുന്നതിന് മുമ്പ് എയുടെയും ബിയുടെയും മാസ് നിങ്ങൾ പരിശോധിച്ച് നോക്കിയെന്ന് കൂട്ടുക. ചാർജ് ചെയ്യുന്നതിന് മുമ്പ്. ഇനി ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഉരച്ചു ചാർജായി. ആരൊക്കെ ചാർജായി? എയും ബിയും ചാർജായി. എക്ക് ഏത് ചാർജാണ്? എക്ക് നെഗറ്റീവ് ചാർജാണ് കിട്ടിയത്, ബിക്ക് പോസിറ്റീവ് ചാർജാണ്. ഇനി ചാർജ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ മാസ് ഒന്ന് നോക്ക്. ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള മാസിനേക്കാൾ ആർക്കെങ്കിലും വ്യത്യാസമുണ്ടോ? മാസിനെ നോക്കൂ, ഉണ്ടാകും. എക്ക് നേരത്തെ ഉള്ള മാസിനെക്കാട്ടിൽ മാസ് കൂടും. വൈ? എക്ക് ഒരു ഇലക്ട്രോണിനെ വെളിയിൽ നിന്ന് കിട്ടി. ബിക്ക് നേരത്തെ ഉള്ള മാസിനെക്കാട്ടി മാസ് കുറയും. കാരണം എന്താ? ബിക്ക് ഒരു ഇലക്ട്രോണിനെ, നേരത്തെ ഉള്ള ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ചാർജിങ് നടന്നു കഴിയുന്നതിൻ്റെ കൂടെ മാസിൻ്റെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ നടക്കും. വസ്തുക്കളെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസിന് വ്യത്യാസം ഉണ്ടാവും. പോസിറ്റീവായിട്ട് ചാർജ് ചെയ്താൽ മാസ് കൂടുമോ കുറയുമോ? മാസ് കുറയും. വൈ? ഒരു വസ്തു പോസിറ്റീവായിട്ട് ചാർജ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ആ വസ്തുവിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടു പോകണം. നെഗറ്റീവായിട്ട് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഒരു വസ്തുവിൻ്റെ മാസ് കൂടുമോ കുറയുമോ? കൂടും. എന്താ? നെഗറ്റീവായിട്ടൊരു വസ്തുവിനെ ചാർജ് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ അതിന് കിട്ടണം. കിട്ടുമ്പോൾ ചാർജ് കൂടും. കൂടുതൽ നെഗറ്റീവ് ചാർജ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം കൂടുതൽ ഇലക്ട്രോണുകൾ എത്തി അതിൻ്റെ മാസ് കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ മാസ് ചാർജിങ് എന്ന് പറയുന്ന പ്രോസസ്സിനൊപ്പം മാസിൻ്റെ ഒരു റീഡിസ്ട്രിബ്യൂഷനും നടക്കുന്നുണ്ട്. ഈ വസ്തുവിന് എത്ര മാസ് കുറയുന്നോ അത്രയും മാസ് ഈ വസ്തുവിന് കിട്ടുന്നുമുണ്ട്. ഇതാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അങ്ങനെ ചാർജ് നമ്മൾ ഫ്രിക്ഷൻ വഴി ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ നിന്ന് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്ത് വഴി ചാർജ് കിട്ടുമ്പോൾ കിട്ടുന്ന ചാർജിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും. കിട്ടുന്ന ചാർജ് ഇപ്പോൾ ഒന്ന് ഉരച്ചു, ഒരു ഇലക്ട്രോണിനെ കിട്ടി. ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ ഇതിൻ്റെ ചാർജ് എത്രയായി? -1 ചാർജായി ഒരു ഇലക്ട്രോണിനെ കിട്ടിയപ്പോൾ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വരച്ചു, ഒരു ഇലക്ട്രോണിനെയും കൂടെ കിട്ടാൻ പറ്റും. അര ഇലക്ട്രോണായിട്ട് കിട്ടാൻ പറ്റത്തില്ലല്ലോ. ഒരു ഇലക്ട്രോണെ കിട്ടുമ്പോൾ ഇതിൻ്റെ ചാർജ് -2e ആയി. അപ്പോൾ ഇതിൻ്റെ ചാർജ് +2e ആയി. 2 ഇലക്ട്രോണിന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഓരോരോ ഇലക്ട്രോണുകളായിട്ടേ നഷ്ടപ്പെടാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഇയാൾക്ക് എക്ക് നെഗറ്റീവ് ചാർജ് ലഭിക്കുമ്പോൾ നെഗറ്റീവ് ചാർജ് ഒന്നുകിൽ 1e നെഗറ്റീവ് ചാർജ് ലഭിക്കും. ഒരു ഇലക്ട്രോണെ കിട്ടിയാൽ -2e കിട്ടും. 1e എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹ കൂളമ്പ് ലഭിക്കാം. ഒരു ഇലക്ട്രോണെ വന്നാൽ -2e. 2e എന്ന് പറഞ്ഞാൽ 2 × 1.6 3.2 × 10⁻⁻⁹ കൂളമ്പ് ലഭിക്കാം. അതായത് 2 × 1.6 ലഭിക്കാം. പിന്നെ ഒരു ഇലക്ട്രോണെ വന്നാൽ 3 ചാർജ് ലഭിക്കാം. ദാറ്റ് ഈസ് 3 × 1.6 × 10⁻⁻⁹. ഇങ്ങനെ 1.6 × 10⁻⁹ ഗുണിതങ്ങളായിട്ട് മാത്രമേ ചാർജ് ഇതിന് കിട്ടത്തുള്ളൂ. 1.6 × 10⁻⁹ കൂളമ്പ് കഴിഞ്ഞാൽ പിന്നെ 2 1.6 × 10⁻⁹ കൂളമ്പേ ഉള്ളൂ. 1.6 × 10⁻⁹ 3.2 അതിൻ്റെ ഇരട്ടി 3.2 × 10⁻⁹ കൂളമ്പിന് ഇടയിൽ ചാർജുള്ള ഒരു വസ്തുവിനെ ഈ പ്രപഞ്ചത്തിൽ കാണാൻ പറ്റത്തില്ല. ചുരുക്കത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ കണ്ടാൽ അയാൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടിയത് ഇലക്ട്രോണുകൾ കിട്ടിയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അത് 1, 2, 3 കിട്ടാൻ പറ്റൂ. മുറിച്ച് ഇലക്ട്രോൺ തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവയ്ക്കുള്ള ചാർജ് ഒന്നുകിൽ -1 അല്ലെങ്കിൽ പിന്നെ -2 അല്ലെങ്കിൽ -3 അങ്ങനെ പോയാൽ എത്ര ചാർജ് കിട്ടിയാലും അത് ഒരു -NE ആയിരിക്കും. n ഇതുപോലൊരു പൂർണ്ണസംഖ്യയായിരിക്കും. അപ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് ചാർജ് ഇയുടെ 1.6 × 10⁻⁹ കൂളമെന്ന് പറഞ്ഞ ഇത്രയും ബേസിക് ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ഒരു വസ്തുവിന് നെഗറ്റീവ് ചാർജ് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുകയുള്ളൂ.
അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ചാർജ്. ഇയാൾക്ക് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ +1 ചാർജ് ലഭിച്ചല്ലോ. പിന്നെ നഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ചാർജ് +2 ആവും. പിന്നെ ഒന്നുകൂടെ നഷ്ടപ്പെട്ടാൽ +3 ആവും. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നവർക്ക് ഇലക്ട്രോണുകൾ 1/1 ആയിട്ടാണ് നഷ്ടപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കിട്ടാവുന്ന ചാർജ് +1e +2e +3 എത്ര ആയാലും ചാർജ് ലഭിച്ചാൽ അത് +ne ആയിരിക്കും. ഇയുടെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ ഒരു വസ്തുവിന് പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ നെഗറ്റീവ് ചാർജ് ആയിക്കോട്ടെ അയാൾക്കുള്ള ചാർജ്, പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ചാർജ് ഒരു ബേസിക് ചാർജായ ഇയുടെ 1.6 × 10⁻⁻19 എന്ന് പറയുന്ന ഇയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. 1.6 × 10⁻⁻19 കൂളംബ് ഇയുടെ ഒരാൾക്കുള്ള ചാർജ് Q, അത് പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ. പ്ലസ് ആണെങ്കിൽ +ne ആയിരിക്കും, മൈനസ് ആണെങ്കിൽ -ne ആയിരിക്കും. അതായത് ഒരാൾക്കുള്ള ചാർജ് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, ഇറ്റ് വിൽ ബി ആൻ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് 1.6 × 10⁻⁻19. പ്രപഞ്ചത്തിൽ എവിടെ ചാർജ്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എത്ര ചാർജ് ഉണ്ടായാലും അത് ഇയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ കാണപ്പെടുന്നുള്ളൂ എന്ന് പറയുന്ന ഇതിനെയാണ് നമ്മൾ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നത്. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. എന്താ ഒരു ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ചാർജിൻ്റെ ഗുണിതങ്ങളായിട്ട് മാത്രമേ പ്രപഞ്ചത്തിൽ ഈ ചാർജ് കാണപ്പെടുകയുള്ളൂ. ആ ബേസിക് ചാർജാണ് 1.6 × 10⁻⁻19, ദാറ്റ് ഈസ് ഇ. ഇതിനെയാണ് 1 ക്വാണ്ട ഓഫ് ചാർജ് എന്ന് വിളിക്കുന്നത്. 1 ക്വാണ്ട ഓഫ് ചാർജ്. ഈ ക്വാണ്ടയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ പ്രപഞ്ചത്തിൽ ചാർജുകൾ കാണപ്പെടുത്തുള്ളൂ. ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണോ? ഒരു കുറച്ച് ചാർജ്, ഒരാൾക്കൊരു ചാർജ് Q തരികയാണ്. Q തരുന്നത് ഇങ്ങനെയാണ്. ഒന്ന് 3 അല്ലെങ്കിൽ 4.8 × 10⁻⁻19 കൂളംബ് ചാർജ് ഒരാൾക്കുണ്ട്. ഇത് പ്രപഞ്ചത്തിൽ കാണപ്പെടാവുന്ന ചാർജാണോ? സാധ്യതയുള്ള ചാർജാണോ? സാധ്യത ഉണ്ടാവണമെങ്കിൽ ഈ ചാർജ് ക്വാണ്ടൈസ്ഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 1.6ൻ്റെ ഗുണിതമായാലേ അത് നിലനിൽക്കുന്ന ചാർജ് ആവത്തുള്ളൂ. എങ്ങനെയാണ് ക്വാണ്ടൈസ്ഡ് ആണോ എന്ന് കണ്ടെത്തുക? പോസിറ്റീവ് ചാർജുള്ള ഇത്രയും പോസിറ്റീവ് ചാർജുള്ള ഒരാളുടെ ചാർജ് ക്വാണ്ടൈസ്ഡ് ആണോ, അതെങ്കിൽ നിലനിൽക്കുന്ന ചാർജ് ആണോ എന്ന് അറിയാൻ ഇത് ഈ 1.6ൻ്റെ ഗുണിതമാണോ എന്ന് അറിഞ്ഞാൽ മതി. ഗുണിതമാണോ എന്ന് അറിയാൻ 4.8 × 10⁻⁻19 ഈ ഗിവൺ ചാർജിനെ ഈ 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അതൊരു പൂർണ്ണസംഖ്യ ആയതുകൊണ്ട് ഇത് Q = ഇവിടെ 3e എന്നാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ്. ഇത് നിലനിൽക്കാവുന്ന ചാർജാണ്. അപ്പോൾ +3 ചാർജാണ് ഇയാൾക്ക് ഇപ്പോൾ ലഭിച്ചത്. ഇയാൾക്കുള്ള ചാർജ് +3 ആണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കാം, ഇയാൾക്ക് ഇലക്ട്രോണിനെ കിട്ടിയതാണോ നഷ്ടപ്പെട്ടതാണോ? പോസിറ്റീവ് ചാർജ് വന്നപ്പോൾ നഷ്ടപ്പെട്ടതാണ്. എത്ര ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു? +3 ചാർജ് ലഭിക്കണമെങ്കിൽ 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ ചുരുക്കത്തിൽ ഈ Q = ne എന്ന് പറയുന്നതിനകത്ത് n നഷ്ടപ്പെട്ടതോ കിട്ടിയതോ ആയ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. +ne ആണെങ്കിൽ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ, -ne ആണെങ്കിൽ കിട്ടിയ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ചാർജ്, പോസിറ്റീവ് ചാർജുള്ള ഒരു വസ്തു വരുന്നു, ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായിട്ടല്ല. ആക്ച്വലി അയാളെ നിങ്ങൾക്കൊരു വികലാംഗനായിട്ട് വേണം കരുതാൻ. തനിക്കുള്ള ഇലക്ട്രോണുകളെ ആർക്കോ കൊടുത്തതിന് ശേഷം ഇലക്ട്രോൺ ഇല്ലാതെ വരുന്ന ഒരാളാണ്, കുറവുള്ള ഒരാളാണ് പോസിറ്റീവ് ചാർജുള്ള ആൾ. എന്നിട്ട് നമ്മൾ ഫിസിക്സിൽ അതിനെ ചാർജ് ഉള്ള ആളെന്നാണ് വിളിക്കുക. എന്നാൽ നെഗറ്റീവ് ചാർജുള്ള ഒരാൾ വരുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മിടുക്കനാണ്, ആരുടെയോ ഇലക്ട്രോണുകളെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന ആളാണ്, അയാൾക്ക് ഇലക്ട്രോണുകളെ കിട്ടിയ ആളാണ്, ഒന്നും നഷ്ടം വന്ന ആളല്ല. അപ്പോൾ ഇതാണ് ചാർജുമായി ബന്ധപ്പെട്ട് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഈ ക്വാണ്ടൈസ്ഡ് എന്ന് പറയുന്ന പദം ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റിയും 2 തരത്തിൽ എടുക്കുകയോ കൊടുക്കുകയോ ചെയ്യാം. ഫിസിക്കൽ എനർജി, മാസ് 2 തരത്തിൽ കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യാം. എങ്ങനെയൊക്കെ? ഒന്ന് ക്വാണ്ടൈസ്ഡ് ആയിട്ട്, 2 കണ്ടിന്യൂസ് ആയിട്ട്. 2 തരത്തിൽ ഫിസിക്കൽ പ്രോപ്പർട്ടികൾ, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, കൊടുക്കലോ വാങ്ങലോ ചെയ്യാം. ക്വാണ്ടൈസ്ഡ് ആയിട്ടാണെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? അത് കൊടുക്കലും വാങ്ങലും ഒരു ബേസിക് സംഖ്യയുടെ, ഒരു ബേസിക് ക്വാണ്ടിറ്റിയുടെ ഗുണിതങ്ങളായിട്ടേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിലും കൊടുക്കുകയെന്ന് പറഞ്ഞാലോ എത്ര വേണമെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാല് വാങ്ങിക്കാൻ പോയി, തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പാല് വാങ്ങിക്കുന്നുണ്ട്, മിൽമ ബൂത്തിൽ നിന്ന് പാല് വാങ്ങിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും മിൽമ ബൂത്തിൽ പാല് വാങ്ങിക്കാൻ പോകുന്നവരായിരിക്കും. മിൽമ ബൂത്തിൽ കവറിനകത്താണ് പാല് ലഭിക്കുക, ഓരോ കവറായിട്ട്. അപ്പം മിൽമ ബൂത്തിലെ പാല് വിതരണം ക്വാണ്ടൈസ്ഡ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ? മിൽമ ബൂത്തിൽ പാല് ഇരിക്കുന്നത്, കാണപ്പെടുന്നത് 1/2 ലിറ്ററിൻ്റെ ഗുണിതങ്ങളായിട്ടാണ്. കാരണം അവിടുത്തെ ഒരു കവർ പാല് 1/2 ലിറ്ററാണ്. അപ്പം മിൽമ ബൂത്തിൽ നമുക്ക് പാല് 1/2 ലിറ്റർ വാങ്ങാം. പിന്നെ പറ്റുന്നത് 3/4 ലിറ്റർ വാങ്ങാൻ പറ്റില്ല, കവർ പൊട്ടി ചോദിച്ചു തരത്തില്ല. പിന്നെ പറ്റുന്നത് 2 1/2 ലിറ്ററായിട്ട് വാങ്ങാം.
പിന്നെ പറ്റുന്നത് 3.5 ലിറ്റർ, അതായത് 1.5 ലിറ്റർ വാങ്ങാം. അങ്ങനെ മിൽമ ബൂത്തിൽ നിന്ന് പാൽ വിതരണമുള്ളൂ. അപ്പോൾ മിൽമ ബൂത്തിലെ പാൽ കോണ്ടൈസ്ഡാണ്. അതൊരു മൾട്ടിപ്പിൾസ് ആയിട്ടേ കൊടുക്കത്തുള്ളൂ. എന്നാൽ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ പോയി പാല് വാങ്ങിച്ചാൽ അത് 1 തുള്ളി പാലോ 2 തുള്ളി പാലോ ഒക്കെ അധികം തുള്ളി കണക്കിന് കണ്ടിന്യൂസ് ആയിട്ട് തരാൻ പറ്റും. അവിടെ ഇങ്ങനെ ഒരു കണക്കില്ല. ഒരാൾ പറയുക ഞാൻ മിൽമ ബൂത്തിൽ പോയിട്ട് 1.25 ലിറ്റർ പാല് വാങ്ങിച്ചു, അടി അവന് കൊടുക്കണം. കാരണം അവൻ മണ്ടനാണ്. കാരണം 1.25 ലിറ്റർ മിൽമ ബൂത്തിൽ നിന്ന് കിട്ടത്തില്ല. 1.5 കഴിഞ്ഞാൽ പിന്നെ 2 കിട്ടത്തുള്ളൂ, പിന്നെ 2.5. ദാറ്റ് ഈസ് മിൽമ ബൂത്തിലെ പാല് കോണ്ടൈസ്ഡാണ്. കാരണം മിൽമ ബൂത്തിൽ നമ്മൾ വാങ്ങിച്ച പാല് ഈസ് ഈക്വൽ ടു n × ½ ലിറ്റർ ആയിരിക്കും എപ്പോഴും. കാരണം ഈ 1/2 ലിറ്ററാണ് ഒരു കോണ്ട ഓഫ് മിൽക്ക് അവിടുത്തെ. ഈ കോണ്ടയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമേ അവിടെ പാൽ വിതരണമുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് മിൽമ ബൂത്തിലെ പാല് കോണ്ടൈസ്ഡ് ആണെന്ന് പറയാം. അപ്പം ഫിസിക്കൽ ക്വാണ്ടിറ്റി കോണ്ടൈസ്ഡ് ആയിട്ടും കാണപ്പെടാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ടും കാണപ്പെടാം. ചാർജ് എപ്പോഴും കോണ്ടൈസ്ഡ് ആയിട്ടേ കാണപ്പെടുകയുള്ളൂ. അതായത് ഇയുടെ ഒരു കോണ്ട ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടേ കാണപ്പെടത്തുള്ളൂ. +or-NE. ഇതാണ് ചാർജ് കോണ്ടൈസ്ഡ് ആണെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മീനിങ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അപ്പോൾ ചാർജുകളുടെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഓർത്ത് വെക്കുക, ചാർജ് കോണ്ടൈസ്ഡ് ആണ്. ചാർജ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ, അതായത് ചാർജ് ഓൺ എ ബോഡി വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചാർജ് ഈസ് കോണ്ടൈസ്ഡ് പറഞ്ഞതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ചാർജ് ഓൺ എ ബോഡി whether it is positive or negative will be an integral multiple of basic quantity E. Q is equal to +or-NE. ഓക്കെ, ഇത് ചാർജിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടിയാണ്. ഇനി ചാർജിന് നേരത്തെ ഞാൻ ചർച്ച ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി ഇതാണ്, ചാർജ് അഡിറ്റീവാണ്. ചാർജ് ഈസ് അഡിറ്റീവ്. ചാർജ് അഡിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചാർജ് ഈസ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ ചാർജ് ഈസ് അഡിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഒരു സിസ്റ്റം ഈ ക്ലാസ് റൂം ആയിക്കോട്ടെ, ഒരു സിസ്റ്റത്തിന് ചാർജുള്ള പോസിറ്റീവ് നെഗറ്റീവും ചാർജുള്ള ഇപ്പോൾ +7 ചാർജുള്ള ഒരാളുണ്ട്, -1 ചാർജുള്ള ഒരാളുണ്ട്, -2 ചാർജുള്ള ഒരാളുണ്ട്, +5 ചാർജുള്ള ഒരാളുണ്ട്. അങ്ങനെ വിവിധ ചാർജുകളുള്ള ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റം എടുത്താൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു ഇതിനകത്തുള്ള ഓരോ ചാർജുകളുടെയും ആൾജിബ്രിക് സം ആയിരിക്കും. ദാറ്റ് ഈസ് ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും കൂടെ സം എടുത്താൽ മതി. ചാർജ് അഡിറ്റീവാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ആറ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് എടുക്കുമ്പോൾ +10 -10 കൂടെ കൂട്ടുക ചെയ്തത്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ആകെ ചാർജ് എത്ര? +7E, അതിൻ്റെ കൂടെ ഒരു -2E, അതിൻ്റെ കൂടെ ഒരു -1E, അതിൻ്റെ കൂടെ ഒരു +5E. ഇതെല്ലാം കൂടെ കൂട്ടണം. 7 5 12, 12 -2 10, 10 -1 9. ഇപ്പോൾ +9E ആണ് ഈ സിസ്റ്റത്തിൻ്റെ ആകെ ചാർജ്. ചാർജ് അഡിറ്റീവാണ്. മീൻസ് ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും കൂടെ സം എടുത്താൽ മതി. മൂന്നാമത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ചാർജിൻ്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ പറയുന്നു, ചാർജ് ഈസ് കൺസർവ്ഡ്. ചാർജ് കൺസർവ്ഡ് ആണ്. ഇത് കൺസർവേഷൻ നിയമമാണ്. എന്താ കൺസർവേഷൻ നിയമം പറയുന്നത്? ചാർജ് കൺസർവ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് ചാർജുള്ള ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക. ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം, അവിടെയാണ് ചാർജ് ഈസ് കൺസർവ്ഡിൻ്റെ കണ്ടീഷൻ. സിസ്റ്റം ഐസൊലേറ്റഡ് ആയിരിക്കും. ഒരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ ഈ ക്ലാസ് റൂമിൽ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ക്ലാസ് റൂമിൽ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1000 ഈ ചാർജ് പോസിറ്റീവ് +1000 ഈ ചാർജ് എല്ലാവർക്കും കൂടെ 1000 ഈ പോസിറ്റീവ് ചാർജ് ഉണ്ട്. എല്ലാവർക്കും കൂടെ -1001 ഈ നെഗറ്റീവ് ചാർജ് ഉണ്ട്. 1000 പോസിറ്റീവ് ചാർജും 1001 ഈ നെഗറ്റീവ് ചാർജും ഉള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ആകെ ചാർജ് എത്രയാണ്? ആകെ ചാർജ് -1 ഈ ചാർജാണ്. ആകെ ചാർജ് -1 അങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റം, ഈ സിസ്റ്റം ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ അർത്ഥം? സിസ്റ്റത്തിൽ നിന്ന് വെളിയിലേക്ക് വാട്ടറോ എനർജിയോ പോകാൻ പറ്റത്തില്ല, വെളിയിൽ നിന്ന് അകത്തേക്കും വരാൻ പറ്റത്തില്ല, ഒരിടപാടും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിനകത്തിരിക്കുന്നവരുടെ ടോട്ടൽ ചാർജ് ഇപ്പോൾ -1E ആണ്. ഒരു സിസ്റ്റത്തിന് ചാർജ് പോസിറ്റീവായാലും നെഗറ്റീവായാലും ചാർജ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? ആ സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുകയോ ഇലക്ട്രോണുകൾ ലഭിക്കുകയോ വേണം. സിസ്റ്റം ഐസൊലേറ്റഡ് ആയതുകൊണ്ട് ഇലക്ട്രോണുകൾക്ക് പുറത്തോട്ട് പോകാനോ അവിടുന്ന് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് കയറാനോ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇലക്ട്രോണുകളുടെ വരവ് പോക്കില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ചാർജ് ഇനി മാറില്ല. ചാർജ് -1E കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഇരിക്കും. which means that the total charge of an isolated system remains a constant. This is called charge is conserved. So 3 basic points about charge. 1, charge is condensed, it is very important. 2, charge is additive, it is very important. 3, charge is conserved. ഇതാണ് ചാർജുകളുടെ ബേസിക് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടികൾ.
ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഫ്രിക്ഷൻ വഴി ലഭിക്കുന്ന ചാർജുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ എന്നറിയാൻ ഒരു ചെറിയ പ്രോബ്ലം ആലോചിച്ച് നോക്കാം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രോബ്ലത്തിൻ്റെ ശൈലി അനുസരിച്ച് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ഒരാളൊരു റബ്ബർ ഷൂ ഇട്ടുകൊണ്ട് ഒരാൾ വീടിനുള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് അവിടെ കിടന്ന ഒരു ഊളൻ കാർപ്പറ്റിലേക്ക് കാലൊരച്ചു. നമ്മൾ കാലൊരച്ചിട്ടാണല്ലോ വീട്ടിലേക്ക് കയറുക. കാലൊരച്ചു എന്ന് പറയുക. കാലൊരച്ചതിന് ശേഷം അവർ പറയുന്നു, ക്വസ്റ്റ്യനിൽ പറയുന്നു, റബ്ബർ ഷൂ ഈസ് റബ്ബ്ഡ് വിത്ത് ആൻ ഊളൻ കാർപ്പറ്റ്. ഡ്യൂറിങ് ദിസ് പ്രോസസ് ദ റബ്ബർ ഷൂ get a charge of Q is equal to, ഞാൻ മിനിമം നമ്പർ ഇട്ടാണ് പറയുന്നത്, Q is equal to 4.8 into 10 raised to minus 19 coulomb positive charge. The rubber shoe acquired a charge of, as a result of this process through rubbing, rubber shoe acquired a charge of plus 4.8 into 10 raised to minus 19 coulomb. This is the body of the question. Then they are asking that, first question, this rubber shoe gets charged as a result of 3 choices: friction, induction, conduction. അങ്ങനെ 3 ചോയ്സ്. ഏതായിരിക്കും? ഫ്രിക്ഷൻ. ഈ റബ്ബർ ഷൂവിന് ചാർജ് ലഭിച്ചത് ഫ്രിക്ഷൻ മുഖാന്തരമാണ്. അടുത്ത ചോദ്യം, ഹൗ ദിസ് റബ്ബർ ഷൂ ഗെറ്റ്സ് ചാർജ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ ഫ്രിക്ഷൻ മുഖാന്തരം എങ്ങനെയാണ് ചാർജ് ലഭിച്ചത്? അപ്പോൾ നമുക്ക് പറയാം, വെൻ ദ റബ്ബർ ഷൂ ഈസ് റബ്ബ്ഡ് ഓൺ ദിസ് വൂളൻ കാർപ്പറ്റ്, ഇലക്ട്രോൺസ് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം റബ്ബർ ഷൂ ടു ദ കാർപ്പറ്റ്. So rubber shoe get positively charged. അടുത്ത ചോദ്യം, in this case what is the nature of the charge of the woolen carpet? Surely it will be negative charge. Why? റബ്ബർ ഷൂവിന് നഷ്ടപ്പെട്ട പോസിറ്റീവ് ഇലക്ട്രോണുകൾ ആർക്ക് കിട്ടി? വൂളൻ കാർപ്പറ്റിന് കിട്ടി. അടുത്ത ചോദ്യം, റബ്ബർ ഷൂവിനുള്ള ചാർജ് കോണ്ടേജ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുക. എങ്ങനെ ചെക്ക് ചെയ്യും? ഒരു ചാർജ് കോണ്ടേജ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യും? അയാളുടെ ചാർജിനെ ബേസിക് ചാർജായ 1.6 ഇൻറ്റു 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു പൂർണ്ണസംഖ്യയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കിട്ടിയത് 3 ആണ്. 3 ആണെങ്കിൽ നമുക്ക് പിന്നെ 1.6 ഇൻറ്റു 10 raised to minus 19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കിട്ടി. 3 കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ഈ ചാർജ് കോണ്ടേജ്ഡ് ആണ്. അടുത്ത ചോദ്യം, ഈ പറയുന്ന പ്രോസസ്സിൽ ആർക്കാണ് ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടത്? ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടത് ആർക്കാണ്? റബ്ബർ ഷൂവിനാണ്. ആർക്കാണ് ഇലക്ട്രോണുകളെ കിട്ടിയത്? ഇലക്ട്രോണിനെ കിട്ടിയത് ആർക്കാണ്? വൂളൻ കാർപ്പറ്റിനാണ്. എത്ര ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടു? അത് നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞാൽ മതി. 3 ഇലക്ട്രോണുകളെ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടത് കാരണം ആർക്കാണ് മാസ് കൂടിയത്, ആർക്കാണ് മാസ് കുറഞ്ഞത്? ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലായി കാണും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് റബ്ബർ ഷൂവിനാണ്. റബ്ബർ ഷൂവിൻ്റെ മാസ് കുറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ കിട്ടിയത് ആർക്കാണ്? വൂളൻ കാർപ്പറ്റിനാണ്. അപ്പോൾ വൂളൻ കാർപ്പറ്റിൻ്റെ മാസ് കൂടിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും ചോദിക്കാം, ഈ വൂളൻ കാർപ്പറ്റിൻ്റെ മാസ് എത്ര കൂടി എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 3 ഇലക്ട്രോണിനെ കിട്ടി. 3 ഇലക്ട്രോണിനെ കിട്ടിയാൽ എത്ര മാസ് കൂടും? 3 ഇൻറ്റു 1 ഇലക്ട്രോണിന് എത്ര മാസ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയുമാണ് നമ്മൾ ഈ ചാർജിൻ്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചു തുടങ്ങുന്നതിന് മുൻപ് ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ബേസിക് കാര്യം. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, എന്തൊക്കെയാണ് ബേസിക്കായിട്ട് ഓർമ്മയിരിക്കേണ്ടുന്നത്? ചാർജ് എന്ന് പറയുന്നത് മാറ്ററിന് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. ചാർജ് 2 തരമുണ്ട്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ടത് പ്രോട്ടോണാണ്. പ്രോട്ടോൺ എപ്പോഴും പോസിറ്റീവ് ചാർജ് കാണും. പ്രോട്ടോണിനേക്കാൾ താഴെ പോസിറ്റീവ് ചാർജുള്ളൊരു വസ്തു ഇല്ല. ഏറ്റവും ബേസിക്കായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് ചാർജുള്ളൊരു വസ്തുവാണ് പ്രോട്ടോൺ. ഇനി നെഗറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഓടിയെത്തേണ്ടുന്നത് മനസ്സിൽ ഇലക്ട്രോണാണ്. ഇലക്ട്രോണിന് പ്രോട്ടോണിൻ്റെ അത്രയും ചാർജ് ഉണ്ട്, പക്ഷേ അത് നെഗറ്റീവ് ടൈപ്പാണെന്നേ ഉള്ളൂ. ഇനി ചാർജിങ് ബൈ ഫ്രിക്ഷൻ ഓർത്തോളുക. ഫ്രിക്ഷൻ മുഖാന്തരം എങ്ങനെയാണ് ചാർജ് ലഭിക്കുന്നത്? അങ്ങനെ ഫ്രിക്ഷൻ മുഖാന്തരം ചാർജ് ലഭിക്കുമ്പോൾ ഈ വസ്തുക്കളുടെ മാസിന് വ്യതിയാനം ഉണ്ടാകുമോ? ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടെ കേട്ടു നോക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ചാർജിൻ്റെ 3 പ്രോപ്പർട്ടികൾ ആലോചിക്കുക. ചാർജ് കോണ്ടേജ്ഡ് ആണ്, ചാർജ് കൺസർവ്ഡ് ആണ്, ചാർജ് അഡിറ്റീവ് ആണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കി, ഞാൻ ആ പറഞ്ഞ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായോണമെന്ന് ശ്രദ്ധിച്ച്, ഒരു വട്ടം കേട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാലോചിച്ച് വെക്കുക. ഇതിനെ തുടർന്ന് നമുക്കിതിൻ്റെ റിട്ടൺ നോട്ട്സ് തരുന്നതായിരിക്കും. ശ്രദ്ധിച്ച് ഇത് റിപ്പീറ്റഡായിട്ട് കേട്ട് ഫോളോ ചെയ്തു പോകാം. താങ്ക് യു.